ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ കുതിച്ചുയരുകയാണ്. കോവിഡ് വ്യാപനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസ വാർത്ത. അടുത്ത 6 മാസത്തിനിടെ 6000 ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കി ദുബായിയുടെ ഔദ്യോഗിക എയർലൈനായ എമിറേറ്റ്സ് രംഗത്തെത്തിയിരിക്കുകയാണ്. യാത്രക്കാരുടെ എണ്ണം പഴയ നിലയിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനായി കമ്പനി ഒരുങ്ങുന്നത്. പൈലറ്റ്, ക്യാബിൻ ക്രൂ, എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ്, മറ്റ് ജീവനക്കാർ എന്നിവരെ നിയമിക്കാനാണ് പദ്ധതി. എമിറേറ്റ്സിന്റെ 90% സർവീസുകളും പുനരാരംഭിച്ചതായി എമിറേറ്റ്സ് ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം വ്യക്തമാക്കി. മഹാമാരിക്ക് മുമ്പുണ്ടായിരുന്ന ശേഷിയുടെ 70% യാത്രക്കാരും ഈ വർഷം അവസാനത്തോടെ തിരികെ എത്തുന്നതാണ്. ഇത്തരത്തിൽ 6000 പുതിയ ജീവനക്കാരെ നിയമിക്കുന്നത് സാമ്പത്തിക സ്ഥിതിക്ക് കരുത്തു പകരുന്നതിനോടൊപ്പം തന്നെ പുത്തൻ അവസരങ്ങളും സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കോവിഡ് രൂക്ഷമായ സമയത്ത് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള എയർലൈനുകൾ ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സർവീസുകൾ പഴയ നിലയിലേക്ക് തിരികെ എത്തിയതോടെ ജീവനക്കാരെ തിരിച്ചു വിളിക്കുകയും ശമ്പളം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ജീവനക്കാരെ നിയമിക്കാൻ കമ്പനി ഒരുങ്ങുന്നത്. സെപ്റ്റംബറിൽ 3000 ക്യാബിൻ ക്രൂവിനെയും 500 എയർപോർട്ട് സർവീസ് ജീവനക്കാരെ നിയമിക്കുമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. ദുബായിൽ 600 പൈലറ്റുമാരെ നിയമിക്കുമെന്നും അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഏവരെയും അമ്പരപ്പിലാഴ്ത്തി മിഡിൽ ഈസ്റ്റിലെ വ്യോമയാന മേഖലയിൽ 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് വൈകാതെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അടുത്ത 20 വർഷത്തെ പദ്ധതികൾ ലക്ഷ്യമിട്ടാണ് കൂടുതൽ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. എമിറേറ്റ്സിന് പുറമെ ഇത്തിഹാദ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. 1.96 ലക്ഷം പുതിയ ജീവനക്കാരെയാണ് മിഡിൽ ഈസ്റ്റിലെ വ്യോമയാന മേഖല നിലവിൽ ലക്ഷ്യമിടുന്നത്. 54,000 പൈലറ്റ്, 51,000 സാങ്കേതിക വിദഗ്ധർ, 91,000 ക്യാബിൻ ക്രൂ എന്നിവർ ഉൾപ്പെടുന്നു. ബോയിങ് ആണ് ഇക്കാര്യം അറിയിച്ചത്. 2040ഓടെ 3000 പുതിയ വിമാനങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് 2.75 ട്രില്യൺ ദിർഹമിന്റെ പദ്ധതികളാണ് അണിയറയിൽ അധികൃതർ ഒരുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.